ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു ക്യാൻ ലെവൽ അപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ NCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാപ്റ്ററിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലേ നമ്മൾ തുടർന്ന് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ ജീവനുള്ള വസ്തുക്കളും കാണാം, ജീവനില്ലാത്ത വസ്തുക്കളും കാണാം. ഇവയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? പ്രധാനമായിട്ടും അവ ചലിക്കുന്നുണ്ടോ, അവ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവയെ ജീവനുള്ളതും ഇല്ലാത്തതായിട്ട് വേർതിരിക്കുക. നമ്മുടെ ആനിമൽസിൻ്റെ കേസിലാണെങ്കിലോ അവ ചലിക്കുന്നുമുണ്ട് വളരുന്നുമുണ്ട്. പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിലോ അവയ്ക്ക് ജീവനുള്ളതല്ലേ, അവ വളരുന്നുണ്ട് പക്ഷെ ചലിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. എന്തിനാ? അവയുടെ ജീവൻ നിലനിർത്താനായിട്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുക. നമ്മുടെ സെല്ലാണല്ലോ നമ്മുടെ ബോഡിയിലെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ, ഈ സെൽസ് ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂസ് ഉണ്ടാവുന്നു. ടിഷ്യൂസ് ചേർന്നു ഓർഗൻസ് ഉണ്ടാവുന്നു. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ ഒരു റിപ്പയറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സിസ്റ്റം കാണും. അതായത് എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റുമോ അതിനെയൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മളെ ബോഡി ഒരു വണ്ടി കണക്കാണെങ്കിൽ ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു? റിപ്പയർ ചെയ്ത് ശരിയാക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ബോഡി ഇങ്ങനെ റിപ്പയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ലൈഫ് പ്രോസസ്സസ്. അത് നമുക്ക് എനർജി തരുന്നതായിക്കോട്ടെ, നമുക്ക് റെസ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രോസസ്സ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിസംസ്. അതിനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? ലൈഫ് പ്രോസസ്സസ് എന്ന് പറയാം. ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രോസസ്സുകൾ ഹെൽപ്പ് ചെയ്യുമോ അതിനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമുക്ക് ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞുകൂടെ? ഫുൾ ടൈം വർക്കിംഗ് ആൻഡ് അലേർട്ടായിരിക്കും ഈ പ്രോസസ്സ്. നമ്മൾ ഇരിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഉറങ്ങുമ്പോഴായിക്കോട്ടെ, ഫുൾ ടൈം ഈ പ്രോസസ്സ് എന്തായിരിക്കും? അലേർട്ടായിരിക്കും. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇത് ക്ലിയർ ചെയ്ത് ഇത് സ്മൂത്തായിട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ പറയാറില്ലേ, ഡീസൽ ഒഴിച്ചാലല്ലേ ഒരു വണ്ടി ഓടുള്ളൂ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ മെക്കാനിസത്തിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് മെയിനായിട്ട് നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത്? എനർജി വേണം അല്ലേ? ഈ എനർജി നമ്മൾ ബോഡിക്കകത്ത് നിന്നല്ല, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും. എന്തിൻ്റെയൊക്കെ രൂപത്തിലായിരിക്കും കൊടുക്കേണ്ടി വരിക? ഒന്നാമത്തത് ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുമല്ലോ. ഈ ന്യൂട്രിയൻസിനെ എന്താക്കി മാറ്റും? എനർജിയാക്കി മാറ്റും. മെയിൻലി നമ്മളെ ബോഡിക്ക് വേണ്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബൺ ആണ് കേട്ടോ. കാർബൺ സോഴ്സാണ് നമ്മുടെ ബോഡിക്ക് എനർജി ഉണ്ടാക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതുകൊണ്ടല്ലേ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ കാർബൺ റിച്ച് ആയിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ്, കാർബൺ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുക. ചോറ്, ചപ്പാത്തി, ഗോതമ്പ്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളില്ലേ, അതൊക്കെ എന്താണ്? കാർബൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. നമ്മളിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ സെല്ല് കുഞ്ഞല്ലേ, അപ്പം സെല്ലിന് അതേ ഇണക്കം എടുക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ചോറ് കഴിക്കുകയാണ്, സെല്ലിന് അതേ ഇണക്കം എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനെ എന്ത് ചെയ്യണം? സിമ്പിൾ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ന്യൂട്രിയൻസ് ആക്കി സിമ്പിളാക്കി കൺവേർട്ട് ചെയ്യണം. അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയെല്ലാം നമ്മൾ കോംപ്ലക്സ് ഫോമിലാണ് ഇരിക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ഫോമിലാക്കിയാലേ നമ്മുടെ ഈ കുഞ്ഞി സെൽസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രോസസ്സിനെ എന്താ പറയുക? ന്യൂട്രീഷണൽ പ്രോസസ്സ്. നമ്മുടെ എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതാണ് ഓക്സിജൻ. നമ്മുടെ ഈ ന്യൂട്രിയൻസിനെയൊക്കെ സിമ്പിൾ യൂണിറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഓക്സിജനാണ്. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പ്രോസസ്സുകൾ നടക്കും. ഈ പ്രോസസ്സിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജനാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഓക്സിജൻ എടുക്കില്ല. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? റെസ്പിറേഷൻ. പിന്നെ എന്ത് മെറ്റബോളിക് ആയിട്ടുള്ള പ്രോസസ്സ്, അതായത് ലൈഫ് പ്രോസസ്സ്, അതിൻ്റെ വേറൊരു വാക്കാണ് മെറ്റബോളിക് പ്രോസസ്സ്. ഇത് നടന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും?
വേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ, പ്ലാന്റിൻ്റെ ശരീരത്തിലായിക്കോട്ടെ, എന്തുണ്ടാവും? വേസ്റ്റ് ഉണ്ടാവും. വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണ്ടേ? വേസ്റ്റ് അവിടെ തന്നെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണ്ടേ? ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സ്ക്രീഷൻ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കും? യൂറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയൊക്കെ ആയിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് ശരീരം എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് കളയുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ന്യൂട്രീഷൻ നോക്കാം. നമ്മൾ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് എനർജി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ആ എനർജി വെച്ചിട്ട് നമ്മുടെ ബോഡിയിലെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഫോട്ടോസിന്തസിസും ഒക്കെ നടക്കും. ഓരോ ജീവിക്കും ഓരോ തരത്തിലുള്ള ഫുഡാണല്ലോ അല്ലേ. അപ്പോൾ ചിലത് സ്വന്തമായിട്ട് തന്നെ ഫുഡ് ഉൽപ്പാദിപ്പിക്കും. അവരെ പറയുന്ന പേരാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സും പിന്നെ കുറച്ച് ബാക്ടീരിയാസും ഒക്കെയാണ് ഈ ഓട്ടോട്രോപ്സ് വരുന്നത് കേട്ടോ. അവ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഓക്സിജനിൽ നിന്ന് പിന്നെ വെള്ളവും അതുപോലുള്ള അത്യാവശ്യ ഘടകങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് അവ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അത് ന്യൂട്രിയൻസ് ആക്കി അതിൽ നിന്ന് എനർജി ഉണ്ടാക്കി യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ ഇവയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ആയിട്ട് ഇവയെ ഡിപ്പെൻഡ് ചെയ്ത് കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ജീവികളുണ്ട്. അവയെ പറയുന്ന പേരാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയും. അതായത് നമ്മളെ പോലുള്ളവരും പിന്നെ വേറെ ഫംഗൈ അത് ആ ഗ്രൂപ്പിലൊക്കെ പെടുന്നതാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഇവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് സ്ട്രക്ചറിലുള്ളതായിരിക്കും. ഈ ഹെട്രോട്രോപ്സിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് സ്ട്രക്ചറിലുള്ളതായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? സിമ്പിൾ സ്ട്രക്ചറിലോട്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻസൈംസ് എന്ന് പറയും. അതായത് ബയോ കാറ്റലിസ്റ്റ്. എൻസൈംസിനെ ബയോ കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. എൻസൈംസ് ആണ് നമ്മുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവയെല്ലാം വരുന്നത് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അവ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് എന്താ പറയുക? ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂട്ടിലൈസ് ചെയ്ത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഇലകളിൽ കാണുന്ന ക്ലോറോഫില്ലിൽ വച്ചിട്ടാണ് ഇവ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കാർബോഹൈഡ്രേറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ഇവർ എനർജി ഉണ്ടാക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ യൂട്ടിലൈസേഷന് ശേഷം കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇവർ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നു വെക്കുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മുടെ ബാക്ടീരിയയും ആനിമൽസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യും കാർബോഹൈഡ്രേറ്റ്. അത് ഗ്ലൈക്കോജൻ്റെ ഫോമിലായിരിക്കും. പ്ലാന്റ്സിലാകുമ്പോൾ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിൻ്റെ ഇക്വേഷൻ ആണത് 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും 12 H2O മോളിക്യൂളും കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയേ? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ഇവിടെ 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എക്സ്ട്രാ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്? 6 മോളിക്യൂൾ ഓക്സിജനും കിട്ടുന്നുണ്ട്, 6 മോളിക്യൂൾ വാട്ടറും കിട്ടുന്നുണ്ട്. ഈ ഓക്സിജനാണ് എന്ത് ചെയ്യുക? പ്ലാന്റ് എക്സ്പെല് ചെയ്യുന്നത്. വാട്ടർ നമ്മുടെ പ്ലാന്റിൽ സ്വീകരിക്കപ്പെടുന്നത് വേരുകൾ വഴിയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? അതിനായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും റൂട്ടിലും അങ്ങനെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പോറുണ്ട്. അതാണ് സ്റ്റൊമാറ്റ എന്ന് പറയും. ഇവിടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് ഇവയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റിക്ക് ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ കാണാം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓപ്പൺ ആയിരുന്നാലേ നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫുൾ ടൈം ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വെള്ളം കയറത്തില്ല. ഈ വെള്ളത്തിൻ്റെ ലോസ് സംഭവിക്കും. ലോസ് ഒരുപാട് ഇങ്ങനെ സംഭവിക്കും ആ പോർ ഓപ്പൺ ആയിട്ടിരുന്ന. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ പാടില്ല. അതിനായിട്ടാണ് ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ പയറുമണി പോലെ അതിൻ്റെ ചുറ്റിരിക്കുന്നില്ല, അതാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ ഗാർഡ് സെൽസാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും സഹായിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ മാത്രം ഈ ഓപ്പണിങ് ഈ ഗാർഡ് സെൽസ് ഓപ്പൺ ആവുകയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാത്ത സമയത്ത് എന്ത് ചെയ്യും? ഈ സെൽസ് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്റ്റൊമാറ്റ പോസ്. നമുക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും.
വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടാതെ പ്ലാന്റിൻ്റെ ബോഡിയിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന ഒരു കാര്യമാണ് ആ മൈക്രോ എലമെൻറ്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, മഗ്നീഷ്യം തുടങ്ങിയവയ്ക്ക്. ഇതൊക്കെ സോയിലിൽ നിന്നാണ് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത് റൂട്ട് ഉപയോഗിച്ച്. നമ്മുടെ വെള്ളം റൂട്ട് ഉപയോഗിച്ച് വലിച്ചെടുക്കില്ലേ, അതിൻ്റെ കൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നതാണ് നൈട്രജൻ, ഫോസ്ഫറസ് ഇതുപോലുള്ള എലമെൻറ്റ്സ് ഒക്കെ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജനിൽ നിന്നാണ് പ്രോട്ടീനും പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഒക്കെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഈ നൈട്രജൻ്റെ ഫോമിലല്ല നമ്മുടെ പ്ലാന്റിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യുന്നത്. ഇനോർഗാനിക് ആയിട്ടുള്ള നൈട്രൈറ്റ്സ് ഈ ഫോമിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ അകത്തോട്ട് ഇൻടേക്ക് ചെയ്യപ്പെടുന്നത്. പിന്നെ ചില ബാക്ടീരിയാസ് ഉണ്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഓർഗാനിക് കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. അങ്ങനെയുള്ള ബാക്ടീരിയ ചില പ്ലാന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രസൻ്റ് ആണ്. ഇവയ്ക്ക് ഡയറക്റ്റ്ലി തന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനല്ല നൈട്രജനെ വലിച്ചെടുക്കാൻ പറ്റും. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ, ഇതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ ഫുഡ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചല്ല കഴിക്കുന്നത്. അവ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. നമുക്കൊന്ന് നോക്കാം എക്സാമ്പിള്. അതായത് ഗ്രാസ് കഴിക്കുന്ന ഹെർബിവോർസ് ആണ് പ്രൈമർലി അവരുടെ ഫസ്റ്റ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കൗവിനെ കഴിക്കുന്ന കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതായത് ലയൺ, ടൈഗർ ഇതുപോലുള്ളതൊക്കെ. ഇതൊക്കെ എന്താണ്? കാർണിവോറസ് ഗ്രൂപ്പാണ്, പക്ഷെ ഹെറ്ററോട്രോഫ്സ് ആണ്. ഇപ്പോൾ കൗവിൻ്റെ തന്നെ ഹെർബിവോർസിൻ്റെ തന്നെ ഫുഡ് എന്തായിരിക്കും? സ്റ്റേഷനറി ഫോമിലായിരിക്കും. പ്ലാന്റ്സ് ഒക്കെ അല്ലേ, അത് സ്റ്റേഷനറി ഫോമിലായിരിക്കും. നമ്മുടെ കാർണിവോറസ് എപ്പോഴും വേട്ടയാടി പിടിക്കുന്നവയാണ്. അവയുടെ ഫുഡ് എന്തായിരിക്കും? മൂവ്മെന്റ് ഉള്ളതാണല്ലേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഓർഗാനിസം ആയിരിക്കില്ലേ, ചലിച്ചുകൊണ്ടിരിക്കുന്നവയായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചില ജീവികൾ അവയുടെ ഫുഡ് പുറത്ത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ അബ്സോർബ് ചെയ്ത് അകത്തോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് പുറത്തുനിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അകത്തോട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെയാണ് ഫഞ്ച്, ഈസ്റ്റ്, മഷ്റൂംസ് ഇവയെല്ലാമാണ് അതിന് എക്സാമ്പിള്. പിന്നെ ചിലതുണ്ട് നമ്മളെപ്പോലുള്ളവ ഫുഡ് ഡയറക്റ്റ്ലി എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ അകത്ത് വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അങ്ങനെ 2 ക്ലാസ്സുകളും ഉണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ജീവികളുണ്ട്. അവ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ള ജീവികൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബോഡിയെ ഡിപ്പെൻഡ് ചെയ്ത് ആ ബോഡിയിൽ തന്നെ താമസിച്ച് അവരുടെ തൻ്റെ ന്യൂട്രിയൻ കണ്ടന്റാക്കി മാറ്റുന്ന ജീവികളുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് സക്ക് ചെയ്യുന്ന ലൈസ്, അതൊരു പാരസൈറ്റാണ്. നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഇത്തരത്തിലുള്ള ജീവികളെ പറയുന്ന പാരസൈറ്റിക് ന്യൂട്രിറ്റീവ് സ്ട്രാറ്റജി ഉള്ള പാരസൈറ്റിക് ന്യൂട്രീഷൻ ചെയ്യുന്ന ജീവികളാണ് ഇവയൊക്കെ. ഓരോ ജീവി അവയുടെ ഫുഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഡിഫറെൻ്റ് തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ആണ് കേട്ടോ. ചില ജീവികളുണ്ട് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തു നോക്കാം. ചില സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫുഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് അവരുടെ എൻറ്റയർ ബോഡി തന്നെ യൂസ് ചെയ്യും. പക്ഷെ ചിലതുണ്ട് നമ്മുടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അവയുടെ സ്പെഷ്യലൈസ്ഡ് പാർട്ടായിരിക്കും ഫുഡ് ഡൈജഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ പറയാം, അമീബ ഉണ്ടല്ലോ. അമീബയ്ക്ക് ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതുവഴി അവ എന്ത് ചെയ്യും? ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അതിനെ ആ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് കവർ ചെയ്തിട്ട് പിന്നെ ബോഡി ഫുൾ അതിലോട്ടാക്കിയിട്ട് അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നു, ബോഡിയുടെ അകത്തോട്ടാക്കി എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫുഡ് വാക്യൂൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്ലേസിൽ വെച്ചിട്ടാണ് അത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതും. അതിനുശേഷം ഫുഡ് ബ്രേക്ക് ചെയ്ത് സിംപ്ലർ ആക്കി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള റിമൈനിങ് മെറ്റീരിയൽസ് എല്ലാം ആ സെല്ലിൻ്റെ പുറത്തോട്ട് കളയുന്നു. അതിനായിട്ട് നമ്മുടെ അമീബയുടെ കേസിൽ ഫുഡ് ഡൈജഷന് വേണ്ടിയിട്ട് ഫുഡ് വാക്യൂൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ പാർട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ പാരമീസിയം എടുക്കട്ടെ, വേറൊരു സിംഗിൾ സെൽ ഓർഗാനിസമാണ് പാരമീസിയം. പാരമീസിയൻ്റെ കേസിൽ അത് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ബോഡിയുടെ പർട്ടിക്കുലർ പാർട്ടാണെങ്കിലും
ഇൻജെക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബോഡിയുടെ ഫുൾ സർഫസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അത് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ യൂണിറ്റ്സ് ആക്കി മാറ്റുന്നത്. പാരമീസിയത്തിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സീലിയാണ് നമ്മുടെ ഫുഡിനെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്, എൻ്റയർ പാർട്ട് ഓഫ് ദി ബോഡിയിൽ എത്തിക്കാൻ സഹായിക്കുന്നത് സീലിയയുടെ ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ് കേട്ടോ. അതിൻ്റെ മൂവ്മെന്റ് കൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹ്യൂമൻ ബീങ്സിലെ ന്യൂട്രീഷൻ നോക്കാം. ഹ്യൂമൻ ബീങ്സിലെ ന്യൂട്രീഷൻ പറയുമ്പോൾ ബേസിക്കലി അലിമെന്ററി കനാൽ, അതായത് മൗത്ത് മുതൽ ഏനസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് ട്യൂബാണ് ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമുക്ക് മൗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൗത്തിൽ നമ്മൾ ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും, ലാർജർ പാർട്ടിക്കിൾ ആയിരിക്കും. അതിനെ നമ്മൾ സ്മോളർ പാർട്ടിക്കിൾ ആക്കി മാറ്റണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ടീത്താണ്. ടീത്ത് വെച്ച് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡിനെ സ്മോളർ പാർട്ടിക്കിളാക്കി മാറ്റുന്നത്. ഒപ്പം നമുക്കിങ്ങനെ ക്രഷ് ചെയ്യാനായിട്ട് നമ്മളെ ഫുഡിനെ വെറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇച്ചിരി നനച്ചു കൊടുക്കണം. ആ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എന്നാലേ അത് സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഈസി ആയിട്ട് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മൗത്തിലുള്ള സലൈവറി ഗ്ലാൻഡ്സ് ആണ്. സലൈവറി ഗ്ലാൻഡ്സ് സലൈവ സെക്രീറ്റ് ചെയ്യും. അതൊരു മ്യൂക്കസ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് എന്ത് ചെയ്യും, ഫുഡിനെ കുറച്ച് വെറ്റാക്കി ക്രഷ് ചെയ്യാനായിട്ട് ഈസിയബിൾ ആക്കി കൊടുക്കും. ഈ സലൈവയ്ക്കകത്താണ് നമ്മുടെ എൻസൈം ആയിട്ടുള്ള സലൈവറി അമിലേസ് ഇരിക്കുന്നത്. എൻസൈം ആൾസോ കോൾഡ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഈ സലൈവറി അമിലേസ് എന്താ ചെയ്യുന്നത്, ഈ സ്റ്റാർച്ച് ഉണ്ടല്ലോ നമ്മളെ ഫുഡിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്ത് സിംപ്ലർ യൂണിറ്റ് ആയിട്ടുള്ള ഷുഗർ മൗത്തിൽ വെച്ച് തന്നെ ആക്കാണ് ഈ സലൈവറി അമിലേസ്. പാർഷ്യലി എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യത്തില്ല, കുറേയൊക്കെ നമ്മുടെ സ്റ്റാർച്ചിനെ ഷുഗർ ആക്കി മാറ്റാൻ സലൈവറി ആമിലേസ് സഹായിക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ മസ്കുലർ ആയിട്ടുള്ള ടങ് കൊണ്ട് ഈ ഫുഡിനെ പുഷ് ചെയ്തിട്ട് നമ്മുടെ ലോങ് ട്യൂബ് ഈസോഫാഗസിലോട്ട് പുഷ് ചെയ്ത് വിടുന്നു. ഈസോഫാഗസ് ലോങ് ട്യൂബാണ്, കണ്ടില്ലേ? അതിന്റെ രണ്ട് സൈഡിലും മസിൽസ് ഉണ്ട്. ഈ മസിൽസ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് നടത്തും. അതായത് വേവി ലൈക്ക് മൂവ്മെന്റ് ആണ്. നമ്മുടെ ഫുഡിനെ പുള്ളി ചെയ്ത് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിക്കുക എന്നൊരു ഫംഗ്ഷനാണ് ഈസോഫാഗസിന്റെ സൈഡിലുള്ള മസിൽസ് ചെയ്യുന്നത്. ആ മൂവ്മെന്റിന്റെ പേര് പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ്. അങ്ങനെ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ ഈസോഫാഗസിൽ കൂടെ സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിലാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് ഡൈജഷൻ ഒക്കെ നടക്കുക. അതായത് ഫുഡിന്റെ മിക്സിംഗ് ഒക്കെ നടക്കുക എന്താണ്, നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് നടക്കുക. അതിനെ സഹായിക്കാനായിട്ട് എന്തൊക്കെയുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസസുകളുണ്ട്. ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസസുകളുണ്ട്. അതായത് പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ നമ്മുടെ ഈ സ്റ്റൊമക്കിന്റെ വാളിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു മ്യൂക്കസ് ലെയർ കൂടിയുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുക, നമ്മുടെ ഫുഡിനെ ഒരു അസിഡിക് മീഡിയം കൊടുത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെപ്സിൻ അവിടെയുണ്ട്. പെപ്സിൻ നമ്മുടെ പ്രോട്ടീനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടാണ് പെപ്സിൻ നമ്മുടെ സ്റ്റൊമക്കിലുള്ളത്. അവിടെ വെച്ച് നമ്മളെ ഫുഡിനെ നന്നായിട്ട് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് കൊണ്ട് മിക്സ് ആക്കുന്നത്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. സ്റ്റൊമക്കിന്ന് നേരെ നമ്മുടെ ഫുഡ് പോകുന്നത് എങ്ങോട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്പിങ്ക്റ്റർ മസിൽസ് ആണ്. സ്പിങ്ക്റ്റർ മസിൽസ് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒരു ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെന്ററി കനാലാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അത് കോയിൽ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് സ്മോൾ സ്പേസ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ട്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല ലോങ് ആയിട്ടുള്ള ട്യൂബാണ് കേട്ടോ. ഹെർബിയോസിന്റെ കേസിലാണെങ്കിൽ ഈ ട്യൂബ് നല്ല ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ബിക്കോസ് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഈ ഗ്രാസിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് സെല്ലുലോസ് ആണ്. ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അതിന് കുറേ സ്പേസ് ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഹെർബിയോസിലൊക്കെ ഇത് ലോങ് ട്യൂബായിട്ട് കാണുന്നത്. പിന്നെ കാർണിവോസിന്റെ കേസിൽ അത് ഇത്തിരി ഷോർട്ടർ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഈ മീറ്റ് ഈസിയർലി ഡൈജസ്റ്റബിൾ ആണ്. The small intestine is the site of completed digestion of carbohydrates, proteins and fat. ഇവിടെ വെച്ചിട്ടാണ് ഫുഡിന്റെ കംപ്ലീറ്റ് ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ നടക്കുന്നത്.
നമ്മുടെ ആസിഡിക് രൂപത്തിൽ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് പാൻക്രിയാറ്റിക് എൻസൈമായിട്ട് മിക്സ് ചെയ്ത് ആൽക്കലൈൻ ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. അതിൻ്റെ മെയിൻ കണ്ടന്റ് ആണ് ട്രിപ്സിൻ. ട്രിപ്സിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നതുള്ളതാണ് നമ്മുടെ ട്രിപ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക, ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ളൊരു ജോലിയാണ്. അതായത് ലിപ്പിഡ് എപ്പോഴും ലാർജ് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനെ ഈസിലി ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ ലിവറിലുള്ള ബൈൽ ജ്യൂസ്. ലിവറിലുള്ള ബൈൽ ജ്യൂസ് എന്ത് ചെയ്യും? ഈ ലാർജ് ഗ്ലോബ്യൂൾസിനെ സ്മോളർ ഗ്ലോബ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ട്രിപ്സിനെ ഈസിലി അറ്റാക്ക് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വാൾസിൽ ഗ്ലാൻഡ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. അത് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അവസാനം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന ഫുഡിലെ എല്ലാത്തിലെയും പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നു. പിന്നെ ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വില്ലൈ എന്ന് പറയുന്നത്. അത് നമ്മുടെ അബ്സോർപ്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന്. ഈ അബ്സോർപ്ഷൻ്റെ സമയത്ത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഈ വില്ലൈ ഉള്ളത് കേട്ടോ. ഈ വില്ലയിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് വെസൽസ് ആണ്. ഒരുപാട് ബ്ലഡ് വെസൽസ് നമ്മുടെ വില്ലയ്ക്കകത്ത് കാണാൻ പറ്റും. ആ വില്ലയുടെ ബ്ലഡ് വെസൽസുമായിട്ട് സിങ്ക് ചെയ്താണ് നമ്മുടെ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് നടക്കുന്നത്. അവിടെ നിന്ന് ബ്ലഡ് നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ ക്യാരി ചെയ്ത് ഓരോ ബോഡിയിലുള്ള ഓരോ സെല്ലിൽ എത്തിക്കുന്നു. ആ സെല്ല് എന്ത് ചെയ്യുന്നു? പിന്നെ എനർജി യൂസ് ചെയ്ത് ടിഷ്യൂസും പിന്നെ ഓൾഡ് ടിഷ്യൂസിനെയൊക്കെ റിപ്പയർ ചെയ്യാനും പുതിയ ടിഷ്യൂസിനെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെയുള്ള എനർജി സെല്ലിൽ ഉണ്ടാക്കുന്നത് ഈ വില്ലൈ ഇവിടെ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള വില്ലൈ നമ്മുടെ ഫുഡിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ്. പിന്നെ ഇവിടെ നിന്ന് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് കാണും. ഇത് സ്പിഞ്ചർ മസിൽസ് യൂസ് ചെയ്തുകൊണ്ട് എവിടോട്ട് പോകുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് മെയിൻലി നമ്മുടെ ഫുഡിൽ എക്സസീവ് വാട്ടർ കാണും കേട്ടോ. ഈ വാട്ടറിനെ ഫുള്ളായിട്ട് നമുക്കങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. മാക്സിമം വാട്ടറിനെ നമ്മൾ അബ്സോർബ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ മെയിൻലി വാട്ടർ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ബാക്കി വരും. ഇത് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഉപയോഗമില്ലാത്ത പൂർണ്ണമായിട്ട് ഉപയോഗമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. ഇവ നമ്മുടെ ഏനസിലോട്ട് പോകുന്നു. സ്പിഞ്ചർ മസിൽസ് ഏനസ് സ്പിഞ്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഏനസിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ്. എല്ലാവരും അത് കേൾക്കാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. താങ്ക് യു.